ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ തേനീച്ചക്കൂട്ടിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതിൽ ഒന്ന് നമ്മൾ തുറന്നു നോക്കാം. എന്താണ് ഇത്? റാണിയെ വിരിയിച്ച ഒരു കൂടാണ്. നമ്മുടെ ഇതിലേക്ക് ഒന്ന് നോക്കാം. ഈ വീഡിയോയിലേക്ക് കടക്കാം. നോക്കാം. നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും പുറകിൽ നിന്ന് വേണം തേനീച്ചയെ നോക്കാനും ശ്രദ്ധിക്കാനായിട്ട്. അവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തേനീച്ചകൾ കുത്തുകയില്ല. ഓക്കെ, കാണാമെന്ന് കരുതുന്നു. ഓക്കെ, തേനീച്ചക്കൂടുകളാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ കൂടിലേക്ക് നോക്കുക. ഇതിൻ്റെ സൂപ്പറൊക്കെ മാറ്റുന്നു. ഇത് 10 ഫ്രെയിമിൻ്റെ ഒരു തേനീച്ചക്കൂടാണ്. ഇത് നമ്മൾ ഫീഡർ അതോടെ അങ്ങനെ മാറ്റി വെക്കും. നമ്മൾ മുട്ടയൊക്കെ ഇട്ടോ നമ്മൾ നോക്കുകയാണ്. കൂടുതൽ ആണിച്ചകളുടെ മുട്ടയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആണിച്ചകളുടെ മുട്ടയാണ്. എഴുന്നേൽക്കുന്ന ആണിച്ചകളുടെ മുട്ടയാണ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്യിക്കുന്നത്. ബാക്കി പെണ്ണീച്ചകളുടെ മുട്ടയും കണ്ടോ മുന്നോട്ട് തള്ളിയിരിക്കുന്ന ഇത് ആണീച്ചകളുടെ മുട്ടയാണ്. ആണീച്ചകൾ കണ്ടല്ലോ. അകത്തോട്ട് നിൽക്കുന്നത് പെണ്ണീച്ചകളുടെ മുട്ടയും. ഇത് കരിഞ്ഞോടിയിലാണ്, അതുകൊണ്ടാണ് ഓടി മാറുന്നത്. കണ്ടോ, മുഴുത്ത ഈച്ചകളാണ്. ഇതിൻ്റെ പ്രത്യേകത മുഴുത്ത ഈച്ചകളാണ്. ഇത് റാണിയെ ഞാൻ ഉച്ച മുമ്പ് കാണിച്ചിരുന്നു. ഓക്കെ, വെക്കാം. ഇതും വേറൊരു അടയാണ്. ഇവിടെ എല്ലാം പെണ്ണീച്ചകളുടെ മുട്ടയാണ് കാണപ്പെടുന്നത്. കണ്ടല്ലോ, ഇത് കണ്ടോ, റാണിയെ കാണിക്കാം കാണാത്തവർ. പെട്ടെന്ന് ഒരു ഓടി മാറും. പ്രത്യേകതയാണ് അവർക്ക്. പേടിയാണ് നമ്മളെ. ഇത് ആണീച്ച. ഇതാണ് ആണീച്ച. കണ്ടോ, കറുത്ത് നിൽക്കുന്നത് ആണീച്ച. കണ്ടല്ലോ, ആണീച്ച. ഭൂരിഭാഗം വേലക്കാരികളാണ് കൂട്ടിലുണ്ടോ, വേലക്കാരികളാണ്. കണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു. ആദ്യം അടകളെ ശകലമൊക്കെ നീക്കം ചെയ്യണം, എങ്കിലേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇവിടെയും ആണീച്ചകളുടെ ആണ് കൂടുതലും. പെണ്ണീച്ചകളുണ്ട് കേട്ടോ. ഓടി മാറുന്നുണ്ടോ, ഇതാണ് കരിഞ്ഞൊടീൻ്റെ പ്രത്യേകത. അടകളിൽ നിന്ന് ഓടി മാറും, പെട്ടെന്ന് മാറും. ഇതുകൊണ്ട് ഇതെല്ലാം എഴുന്നേൽക്കുന്ന ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന എല്ലാം ആണീച്ചകളുടെ മുട്ടയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. ഇതെല്ലാം ആണീച്ചകളുടെ മുട്ടയാണ് കൂടുതലും. കണ്ടല്ലോ,
ഇതൊക്കെ ആണീച്ചകളാണ് ഇരിക്കുന്നത്. ആണീച്ചകൾ കുത്തുകയല്ല ഉണ്ടോ? ഇത് ആണീച്ചയാണ്. കൊണ്ടല്ലോ. ഇതും വേറൊരു കൂടെ ഉണ്ടോ? ഇപ്പോൾ ഈ എഴുന്നേൽക്കുന്ന എല്ലാം ആണീച്ചകളുടെ മുട്ടയാണ്. ആദ്യം എല്ലാം ഈ ആണീച്ചകളുടെ മുട്ടയാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. കണ്ടല്ലോ. ഇതുണ്ട്, ഇത് വേറൊരു അടയാണ്, നല്ല അടയാണ്. ഇവിടെ പെണ്ണീച്ചെണ്ണ മുട്ടയാണ്, ആണീച്ചെണ്ണ മുട്ടയാണ്. ഡിസ്റ്റർബൻസായി, അതുകൊണ്ടാണ് ഞാൻ പൊങ്ങിച്ചാടുന്നത്. കണ്ടല്ലോ. ഒരടെ ഉണ്ടോ നോക്കാം. ഇവിടെ കൂടുതലും ഇതുണ്ട് റാണി, നല്ല മുഴുത്ത റാണിയെ കണ്ടോ? ഇതാണ് റാണി, ഇതാണ് നമ്മുടെ കരിഞ്ഞോടിൻ്റെ റാണിയുണ്ട്, മുഴുത്ത റാണിയെ കണ്ടോ? കണ്ടോ? അങ്ങേറ്റത്തായിരുന്നു. ഇതുണ്ട് റാണി പോകുന്നു. ഇതുണ്ട് റാണി പോകുന്നു. കാണാവോ? ഇതുകൊണ്ട് റാണി, ഇതാണ് കരിഞ്ഞോടിൻ്റെ റാണി. കണ്ടോ? പിടിക്കുകയും ചെയ്യേണ്ടതേ. ഇതേ പോകുന്നു റാണി, നല്ല മുഴുത്ത നീളമുള്ള റാണിയെ കണ്ടോ? ഇതുകൊണ്ട് റാണി പോകുന്നു. കണ്ടല്ലോ. റാണിയത്തെ കാണാത്തവർ കണ്ടോ? റാണി ഓടി മാറും. കണ്ടല്ലോ എല്ലാവരും. ഇതുണ്ട് റാണി. ഇതുണ്ട് റാണി പോകുന്നു. എന്തേ, ഇതാണ് റാണി. ഇതാണ് കരിഞ്ഞോടിൻ്റെ റാണി. എന്നാണ് വിശേഷങ്ങൾ? പാലുണ്ടോ? ഇത് കുഴപ്പമില്ലല്ലേ? എത്ര 200 വരുമോ? 105ആണോ? 105 കൂടുതൽ പട്ടിയുള്ളൂ, പാലുള്ളല്ലേ? എന്നാണ് വിശേഷങ്ങൾ? കുറേ ഉണ്ടായി, തണിച്ചോടെ എല്ലാം പോയി. ഇനിയിപ്പോൾ 3 ഉള്ളൂ. ഓ, നഷ്ടമാണ്. വേറെ എവിടെ തേനീച്ച പറമ്പിലുണ്ടോ? അല്ല, പറമ്പിൽ ഇരിക്കുന്നുണ്ടോ? ഇരിക്കാൻ വലിയ പാടാണേ, നമ്മൾ പിടിച്ചാലുവേ. അവിടെ ഇരിക്കുക, നമ്മളിങ്ങനെ വെച്ച് കെട്ടി വെക്കുന്നു. ഇനി കെട്ടി വെക്കാനുള്ള എളുപ്പമാർഗ്ഗമുണ്ട്. ഇങ്ങനൊരു പള്ളി കെട്ടും, ഇതുപോലെ പള്ളി ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ്. ഇങ്ങനെ ഉരം കൂടെ കെട്ടിയിട്ടാൽ മതി. ഇതുകൊണ്ട്
ഹലോ. എന്നിട്ട് ഈ വര ഇവിടെ കെട്ടുക താഴോട്ട് പോവുകയില്ല. എന്നിട്ട് ഇങ്ങനെ ഞാനിവിടെയാണല്ലോ പറമ്പിലുണ്ട്. വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, വേണ്ടല്ലോ വേണം. വലിച്ച് കെട്ടും. റബ്ബറിനകത്തുണ്ട്. വേണ്ടല്ലോ ഇപ്പം